ഇന്നത്തെ കാലത്ത് സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുമ്പോഴും അതുവഴി ഉണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനും ഡിസേബിൾ ആയ ആളുകൾക്ക് പേടി കൂടാതെ ക്രോസ് ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് സീബ്ര ലൈനിൻ്റെ മാതൃകയാണിത്. ഇതിനായി റോഡുകളിലെ സീബ്ര ലൈനിന് മുകളിലായി എസ്കുലേറ്റർ സ്ഥാപിക്കുന്നു. അതിനടുത്തായി സെൻസർ വഴി പ്രവർത്തിക്കുന്ന ഒരു സിഗ്നൽ ബോർഡും. ആളുകൾ ക്രോസ് ചെയ്യാനായി എത്തുമ്പോൾ ഈ സെൻസർ സെൻസ് ചെയ്യുകയും സിഗ്നൽ ബോർഡിൽ റെഡ് ലൈറ്റ് കത്തുകയും ചെയ്യുന്നു. കൂടാതെ എസ്കുലേറ്ററിൻ്റെ രണ്ടു വശങ്ങളിൽ നിന്നും ഒരു അയൺ ഷീൽഡും ഉയർന്നു വരുന്നു. ഇതിനാൽ വാഹനങ്ങൾക്ക് റെഡ് ലൈറ്റ് കത്തുമ്പോൾ ഇതുവഴി പോവാൻ സാധിക്കില്ല. ആളുകൾ റോഡ് ക്രോസ് ചെയ്തു കഴിഞ്ഞ ശേഷം ഈ സെൻസർ അത് സെൻസ് ചെയ്യുകയും ഈ ഷീൽഡുകൾ തമ്മിൽ ചേർന്ന് ഒരു ഹമ്പായി മാറുകയും ചെയ്യുന്നു. ഇതുകാരണം എസ്കുലേറ്ററിന് കേടുപാടുകൾ സംഭവിക്കില്ല. കൂടാതെ വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഈ സീബ്ര ലൈനിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുമ്പോഴും നടക്കുന്ന ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്കും ബ്ലൈൻഡ് ആയ ആളുകൾക്കും പേടി കൂടാതെ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ ഉപകാരപ്പെടും. ഇതേ പ്രവർത്തനം തന്നെ നമുക്ക് മറ്റു സാഹചര്യങ്ങളിലും ഉപയോഗപ്പെടുത്താം. ഉദാഹരണമായി, ഒരു ഫ്ലാറ്റിൽ നിന്നും തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ഒരു എസ്കുലേറ്റർ പാലം നിർമ്മിച്ചിരിക്കുന്നു. ഇതിനാൽ സമയം വളരെയധികം ലാഭിച്ചുകൊണ്ട് ഫ്ലാറ്റിൽ നിന്നുമുള്ള ഒരു രോഗിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഈ ഐഡിയ തന്നെ നമുക്ക് ഹോസ്പിറ്റലും ഫ്ലാറ്റും അല്ലാതെ മറ്റു ബിൽഡിങ്ങുകളുമായും കൂട്ടിയോജിപ്പിക്കുന്ന എസ്കുലേറ്റർ പാലമായി നിർമ്മിക്കാവുന്നതാണ്. ഈ രണ്ടു പ്രവർത്തനങ്ങളിലും എസ്കുലേറ്റർ ഉപയോഗിച്ചതുകൊണ്ടും യാത്ര വളരെയധികം വേഗത്തിൽ ആക്കാനും സഹായിക്കുന്നു. ഈ ഐഡിയകൾ രണ്ടും സമൂഹത്തിൽ വലിയൊരു മാറ്റം നിർമ്മിക്കാൻ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു.